വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ ധനുരാജ്, ഈ പ്രഖ്യാപനത്തിന് ശേഷം, നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം ഏതാണ്ട് 60-ൽ പരം തിരുത്തലുകളാണ് ഇത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകളിലും അതിൻ്റെ നടപ്പാക്കലിലുമൊക്കെ വരുത്തിയത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗവും ആ തിരുത്തലുകളോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു തിരുത്തൽ എന്ന നിലയ്ക്കല്ലാതെ കൂടുതൽ വ്യക്തമായി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതാണ് എന്ന് കാണാനാവുമോ? അദ്ദേഹം വിശാലമായി പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ സ്വഭാവത്തിൽ അത്ര അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണക്കുകളിലേക്കും വന്നാൽ, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോൺ കൊടുക്കുക എന്നത്, ലോണിനുള്ള ആഹ്വാനം, ഇനി ഈ കെട്ടിക്കിടക്കുന്ന പണത്തിൻ്റെ പലിശ കൊടുക്കാൻ പാകത്തിന് കൂടുതൽ ലോണുകൾക്ക് വേണ്ടിയുള്ള ആഹ്വാനം എന്ന നിലയ്ക്ക് കൂടി ഇതിനെ കാണേണ്ടേ? ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ലോണുകളൊക്കെ കൊടുക്കുന്നതിന് നമ്മൾ ഡിമോണിറ്റൈസേഷൻ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം തന്നെ പ്രാഥമികമായി ഞാൻ ഉയർത്തുകയാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ലോണുകളൊന്നും വലിയൊരു എമൗണ്ടിലേക്ക് പോകുന്ന ലോണുകളല്ല. ചിലത് നിലവിലുള്ളതാണ്, ചിലത് റിവൈസ് ചെയ്തിരിക്കുന്നതാണ്, ചിലത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ്, ചിലത് ദിവസങ്ങൾ കൂട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ ഇത്രയും വലിയൊരു പ്രക്രിയ നടത്തിയത് കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ളൊരു ലോൺ സംവിധാനം റീവിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമതായിട്ട് ഇവിടെ ചർച്ചയിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഒരു ട്രാൻസ്പെറൻസി പ്രധാനമന്ത്രി ഇന്ന് തുറന്നു കാട്ടും എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. അത് എന്തുകൊണ്ടും ഉണ്ടായിട്ടില്ല. അതൊരു പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു നിരാശ സമ്മാനിച്ചിട്ടുള്ള ഒരു വർഷം കടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് തന്നിരിക്കുന്നത്. കാരണം 14.5 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം കോടി രൂപ നമ്മൾ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുമ്പോൾ, അത് ഡിമോണിറ്റൈസേഷനിലൂടെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പല കണക്കുകളും ഉണ്ട്. അതായത് 5 ലക്ഷം കോടി രൂപ എന്ന് ചിലർ പറയുന്നു, ചില കണക്കുകൾ പറയുന്നു 3 ലക്ഷം കോടി രൂപ വരെ നമ്മളെ ബാങ്ക് സംവിധാനത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോൾ, ആ തിരിച്ചു വരാത്ത പൈസയാണ് ഇങ്ങനെ ലോണുകളായും മറ്റുമായും കൊടുക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ കണക്ക് ഇവിടെ വ്യക്തമാക്കാത്തിടത്തോളം കാലം ഈ ലോണുകൾ ഇപ്പോൾ കൊടുക്കുന്നത് യഥാർത്ഥ സാമ്പത്തിക രംഗത്ത്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ശരിയായൊരു നടപടിയാണോ എന്ന് നമ്മളെല്ലാവരും, അത് പ്രധാനമന്ത്രി തന്നെയാണത്, ഗവൺമെൻറ് തന്നെയാണത് അത് നിർവചിക്കേണ്ടത്. അത് ഫലപ്രാപ്തിയിലെത്തുന്നതിൻ്റെ പല തടസ്സങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഇത്തരം പുതിയ സ്കീമുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. നമ്മുടെ രാജ്യത്തൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുണ്ടായ ഒരു എക്കണോമിക് ഫെയിലറിന്, അത് റൂറൽ എക്കണോമിയിൽ ഫെയിലറുണ്ട്, അർബൻ എക്കണോമിയിൽ ഫെയിലറുണ്ട്, മൊത്തത്തിൽ സാമ്പത്തിക വ്യവസ്ഥ അത് ഉലച്ചിട്ടുണ്ട്. ആ ഉലച്ചിൽ നിന്ന് എത്രത്തോളം മുക്തി നേടുവാൻ ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങൾ സഹായിക്കും എന്നതിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട്. കൂടാതെ അദ്ദേഹം ആദ്യം പറഞ്ഞ ഡിമോണിറ്റൈസേഷനാണ്, പിന്നീട് ഡിജിറ്റൽ എക്കണോമിയിലേക്ക് വരുന്നു, ഇപ്പോൾ ലോണിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നത് 2017 ഇനി അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരം പ്രഖ്യാപനങ്ങൾ ദിവസേന അല്ലെങ്കിൽ ആഴ്ചകളോളം ഉണ്ടായേക്കാം. നമ്മൾ 74 പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ നവംബർ 8-ന് ശേഷം റിസർവ് ബാങ്ക് കൂടെ ബാങ്കുകൾക്ക് കൊടുത്തൊരു ഗവൺമെൻറ്റാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അത്രയും പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നടത്താൻ, 50 ദിവസം കൊണ്ട് 74 തവണ ഈ RBI കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റുമെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത ബഡ്ജറ്റിൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ 70-ഓ 100-ഓ പ്രഖ്യാപനങ്ങളും പുതിയ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഈ നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നതിനെ കുറിച്ചോ നേരത്തെ സൂചിപ്പിച്ച വന്ന തുകയെക്കുറിച്ചോ ഉള്ള ഒരു കണക്ക് അവതരിപ്പിക്കുന്നില്ല. നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇനി എത്ര വൈകാനാണ് സാധ്യത ഈ നിലയ്ക്ക് പോയാൽ? നിയന്ത്രണം എടുത്ത് മാറ്റാൻ പെട്ടെന്ന് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏകദേശം 120 ദിവസം തൊട്ട് 141 ദിവസം വരെ ഇനിയും ഈ നോട്ടുകൾ അച്ചടിച്ചാൽ മാത്രമേ നമുക്ക് പഴയ രീതിയിലുള്ള സർക്കുലേഷനിലേക്ക് നമ്മുടെ സാമ്പത്തിക രംഗം വരികയുള്ളൂ. രണ്ടാമത്, നമ്മൾ അച്ചടിക്കുന്ന നോട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവ് അനുസരിച്ചിട്ട് 500 രൂപയാണ് ഇപ്പോൾ അച്ചടിക്കുന്നത്. 2000 രൂപ മാറ്റി വെച്ചിട്ട് 500 രൂപയാണ് ഇപ്പോൾ അച്ചടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർക്കുലേഷൻ വരുന്നതോടൊപ്പം തന്നെ എത്രത്തോളം സർക്കുലേഷൻ നമ്മുടെ
സാമ്പത്തിക രംഗത്തേക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് ഗവൺമെന്റ് കൊണ്ടുവരണം, റിസർവ് ബാങ്കിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കേണ്ടത് ഒരു കടമ്പയും ഗവൺമെന്റിന് ഉജ്ജ്വലമായ ഭാവിയുടെ ആധാരശിലയിടുകയാണ് ചെയ്തത്. അതിന് ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ജനങ്ങളോട് അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടിയുള്ള തുടക്കമാണിത് എന്ന് കരുതണം എന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നത്. അദ്ദേഹം കണക്കുകൾ പറഞ്ഞിട്ടില്ല, പോകട്ടെ. പക്ഷേ ഇത് സംബന്ധിച്ച് ഇതുവരെ വന്നു കിട്ടിയിരിക്കുന്ന കണക്കുകൾ വെച്ച് BJP നേതാക്കളെല്ലാം ചർച്ചയിൽ ആവർത്തിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ബാങ്കിലെത്തിയിരിക്കുന്ന തുകയുടെ കണക്കുകൾ നോക്കാം. ആ ബാങ്കിൽ എത്തിയിരിക്കുന്നതിൻ്റെ എത്രത്തോളം ഇവർക്ക് സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയും എന്നതുകൂടി പരിശോധിക്കാം. അതുകൂടി പരിശോധിച്ചതിന് ശേഷമേ ഈ ഡിമോണിറ്റൈസേഷൻ പ്രോസസ്സ് എന്നത് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അതിൻ്റെ സൂചനകളും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ പ്രസംഗത്തിൽ നൽകിയിട്ടുണ്ട്. കാരണം ആകെ 24 ലക്ഷം പേരാണ് 10 ലക്ഷം രൂപയ്ക്ക് മേൽ വരുമാനമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുതന്നെ എന്തൊരു തമാശയാണെന്ന് അദ്ദേഹം ചോദിച്ചു. ആ സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതുകൂടിയാണ് ശുഭാപ്തി വിശ്വാസത്തോടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എൻ്റെ ഹർഷ, അതൊക്കെ വീണെടുത്തുനിന്ന് കിടന്ന് ഉരുളുന്നു എന്നല്ലാതെ മറ്റെന്ത് പറയാൻ പറ്റും? അദ്ദേഹം നവംബർ 8-ാം തീയതി ഈ പ്രഖ്യാപനം നടത്തിയിട്ട് വിദേശത്ത് പോയിട്ട് നവംബർ 13-ന് തിരിച്ചു വന്ന് ഗോവയിൽ നടത്തിയ പ്രസംഗം. അദ്ദേഹം എന്താ പറഞ്ഞത്? താങ്കളൊക്കെ തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത, ഞാൻ ആവർത്തിക്കുന്നില്ല. 50 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഈ സമ്പദ് വ്യവസ്ഥയും ഈ ബുദ്ധിമുട്ടുകളും പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ കത്തിച്ചു കൊള്ളാം. ഞങ്ങൾ ആരും കത്തിക്കണമെന്നൊന്നും പറയുന്നില്ല, നമ്മൾ പ്രധാനമന്ത്രിയല്ലേ. പക്ഷേ ഇതിനകത്ത് മിനിമം ഒരു ജനങ്ങളോട് പറയുന്ന വാക്കിനൊരു ക്രെഡിബിലിറ്റി വേണ്ടേ? ഇവിടെ പറഞ്ഞതുപോലെ 62 ഓർഡറുകളാണ് റിസർവ് ബാങ്ക് അതിനുശേഷം ഇറക്കിയത്. ഇപ്പോൾ റിസർവ് ബാങ്കിന് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇപ്പോൾ ഈ ബഹുമാന്യ പി കരുണാകരൻ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ബജറ്റിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിലെ പരമോന്നതമായിട്ടുള്ള നിയമനിർമ്മാണ സഭ, ആ പാർലമെൻറ്റിലെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നതിന് അവസ്ഥയുണ്ടാക്കിയത്. അദ്ദേഹം പാർലമെൻറ്റ് പടി ചവിട്ടി ബന്ധിച്ചുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത്. സാധാരണഗതിയിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലല്ലേ നടത്തേണ്ടത്? അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന് മറുപടി പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ. അദ്ദേഹത്തോട് നിയമനിർമ്മാണ സഭകളോട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബഹുമാനം, നമ്മൾ കണ്ടതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, എന്ന് മുതലാണ് ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒന്ന്, ഈ സ്കീമുകളല്ല ഇപ്പോൾ ഇതിനകത്ത് മുൻപ് സബ്സിഡി സ്കീമുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നബാർഡിനുമായി ബന്ധപ്പെട്ട സ്കീമുകളായിരിക്കും ചിലപ്പോൾ സബ്സിഡി പറയും. ഇപ്പോൾ എനിക്ക് ചോദിക്കുക, നമുക്ക് ഒരുപാട് ക്ലാരിറ്റി വരാനുണ്ട് ഇതിനകത്ത്. ബാങ്കുകളുടെ പലിശ കുറക്കുന്നു. ബാങ്കുകൾ പലിശ കുറക്കണമെങ്കിൽ അത് ഗവൺമെൻറ് സബ്സിഡിയായി കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് എവിടെയാണ് ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അടുത്ത ബഡ്ജറ്റിലാണ് അതിൻ്റെ പ്രൊവിഷൻ വരാൻ പറ്റുമോ? ആ ബഡ്ജറ്റ് പ്രൊവിഷൻ വന്ന ഒരു സ്കീമായി വരണമെങ്കിൽ ചുരുങ്ങിയത് 8-9 മാസം എടുക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയാവുന്ന കാര്യമല്ലേ? അത് വളരെ വ്യക്തമല്ലേ? ആ 8 മാസം അല്ലെങ്കിൽ ഇപ്പോൾ ഫെബ്രുവരി മാസം ഇത് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആർക്കാണ് ചെക്ക് കൊടുക്കാൻ പറ്റുന്നത്? ചെക്ക് കൊടുത്താൽ മാറാൻ പറ്റുന്ന ആർക്കാണ്? ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വരുന്ന 4-5-6 മാസം കൊണ്ട് ആകില്ല എന്നില്ല. പരോക്ഷമായ കുറ്റസമ്മതം കൂടിയല്ലേ ഇത്? ഒരു നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞില്ല. നിയന്ത്രണങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ചില സ്കീമുകൾ ഉണ്ടാക്കാൻ പറ്റി. അതും എക്സിസ്റ്റിംഗ് സ്കീമാണ്. ഇപ്പം തന്നെ PMAY ഉണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന, 6 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഹൗസിംഗ് സ്കീം വേറെ ഒന്നുണ്ട്, 3 ലക്ഷം രൂപ വരെ ഉണ്ട്. ഈ സ്കീമുകളിലെ പലിശ നിരക്ക് കുറച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലിശ കിടക്ക് അത് സ്കീം വിശദമായിട്ട് വരുമ്പോൾ വരും. ഇതാണോ പ്രധാനമന്ത്രിയിൽ നിന്നും ജനം പ്രതീക്ഷിച്ച മറുപടി? ഈ പറഞ്ഞ 9 ലക്ഷം രൂപയുടെ കണക്ക് പറയുമ്പോൾ ഏതാണ്ട് 23,000 രൂപയുടെ രൂപയ്ക്ക് മാത്രം പലിശ ഇളവ് കിട്ടുന്ന സാഹചര്യമുണ്ട് എന്ന വിമർശനം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി. അത് മാത്രമല്ല ഹർഷൻ പറഞ്ഞോളൂ. ഹർഷൻ ഞാൻ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? തീവ്രവാദത്തെ അതിനെ ഫണ്ട് ചെയ്യുന്നത് 100-500 നോട്ടായതുകൊണ്ട് അതിനെ പിടിക്കാൻ കൂടിയായിരുന്നു. 8-ാം തീയതി പ്രഖ്യാപനമാണ്. 2 കള്ളപ്പണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തീവ്രവാദികളുടെ കയ്യിലായിരുന്നു 2000 രൂപ വരെ നോട്ട്, പുതിയ നോട്ട് കണ്ടെത്തിയില്ലേ? എവിടെയാ അതിർത്തിയിലെ തീവ്രവാദം? ഇതുപോലെ ഭീകരമായ ഒരു കാലഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുക. ഈ ബാങ്കുകളോട് അദ്ദേഹം കൃത്യമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയുണ്ട്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതാദ്യമായാണ് ഇത്രയും പണം ബാങ്കുകളിലേക്ക് എത്തുന്നത്. അത് ഈ പരമ്പരാഗതമായ കെട്ടുപാടുകൾക്ക് വെളിയിൽ വന്നുകൊണ്ട് അത് പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരൻ്റെയും കയ്യിലെത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ബാങ്കുകളോടുള്ള അഭ്യർത്ഥനയും ആഹ്വാനവുമുണ്ട്. അത് ബാങ്കുകൾ ഏത് തരത്തിലായിരിക്കും ചെവിക്കൊള്ളുക? കാരണം
ഈ ബാങ്കുകൾക്കും നിലനിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഈ വന്നിരിക്കുന്ന തുകയ്ക്ക് പലിശ ലഭിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെ എല്ലാം അല്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റിന് പലിശ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെ തരണം ചെയ്യുന്ന തരത്തിൽ പുതിയ പദ്ധതികൾക്ക് വേണ്ട വലിയ സമ്പത്ത് ബാങ്കുകളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ബാങ്കുകൾ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കണം, പുതിയ നയങ്ങൾ നടപ്പാക്കണം എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. അത് എളുപ്പത്തിൽ ഫലപ്രാപ്തിയിലെത്തുന്ന ഒന്നായിരിക്കും. ഇവിടെ വേണു ചൂണ്ടിക്കാണിച്ചൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റമുണ്ട്, ഒരു പാർലമെൻ്ററി ജനാധിപത്യ സിസ്റ്റമുണ്ട്. ഇപ്പോൾ അതൊക്കെ തകിടം മറിക്കുകയാണ്. സാധാരണഗതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് മാർച്ച് മാസത്തിലാണ്. അത് ഇപ്പോൾ ജനുവരിയിലോ ഫെബ്രുവരി മാസത്തിലോ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു, പോകട്ടെ. പക്ഷേ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ബഡ്ജറ്റിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞ് ഫിനാൻസ് ബില്ല് ചർച്ച ചെയ്ത് അത് പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾക്ക് ഒരു